ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വർക്കല ക്ലിഫിലാണ് വന്നിട്ടുള്ളത്. കടൽ എത്ര സുന്ദരമായിട്ടാണ് കിടക്കുന്നത്. പെട്ടെന്നൊരു സൗണ്ട് കേട്ട് മേലിൽ നോക്കിയപ്പോൾ ആരോ എന്തിലോ പറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലിഫ് വഴി നടന്ന് ഞാൻ ബ്ലാക്ക് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബ്ലാക്ക് ബീച്ചിയുടെ ഓവർ വ്യൂ ആണ്. അങ്ങനെ നടന്നു പോകവേ ഒരു കണ്ണാടിയുണ്ട്. പിന്നെ ഞാൻ സെൽഫി എടുത്ത് ശുഭം. ബീച്ചിന്റെ തൊട്ട് മേലിലെത്തി. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഫോറിൻ ഫാമിലിയും ഇന്ത്യൻ ഫാമിലിയും തമ്മിലുള്ള ഒരു ബോണ്ട് കണക്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. രണ്ട് പിള്ളേരും കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് വിതുമ്പി നിൽക്കുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോഴോ 4 പേര് താജ്മഹൽ പണിയുന്നതിന്റെ തിരക്കിലാണ്. പെട്ടെന്ന് ഈ സൈഡ് കണ്ടപ്പോൾ ഗോവയിലെ അഞ്ജുന ബീച്ച് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ വന്നത് തൊട്ട് പോകുന്നവരെ ഈ കിടക്കുന്ന ആൾ ഉറക്കം എണീറ്റിട്ടില്ല. ഫാമിലിയാണോ ഫുൾ എൻജോയ് ചെയ്യും. ഈ ചെറുക്കൻ്റെ ആരോ പഴയ വെങ്ങാനൂർ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, സെയിം യൂണിഫോം. പിന്നെ ഇവിടെ വന്നപ്പോൾ ചെറുക്കൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 1500 ഒരു സർഫിങ്ങിന്. ആരെങ്കിലും വരുമോ എന്തോ. പിന്നെ ഇവിടെയാണ് എന്തോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ, എല്ലാം നടക്കട്ടെ, ശരിയാവട്ടെ. പിന്നെ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കൊറിയൻ ഡ്രാമ ലവ് സ്റ്റോറി ഓടുന്നുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു ചെറുക്ക ഒരു പട്ടിയെ കൊണ്ടുവന്നു. പിന്നെ വെള്ളക്കാരി ഓടിപ്പോയി പട്ടിയെ കൊഞ്ചിക്കലായി. പിന്നെ അവിടെ നിന്ന് മാറിയിട്ടേ ഇല്ല. ഇത് നിങ്ങൾ ഈ ഷർട്ട് ഊരി നിൽക്കുന്ന പയ്യനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതോ കൊറിയൻ സീരീസിൽ കണ്ടതുപോലെ ഒരു ഓർമ്മ. ഗൈസ്, ഈ ബീച്ചിൽ കേരള, ഇന്ത്യ, യൂറോപ്പ് സകല സ്ഥലത്തിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. എല്ലാവരും. റിസോർട്ട് കൊള്ളാമല്ലേ? ഔട്ട് സൈഡ് പൂള്, ബീച്ചിൻ്റെ നേരെ പറ്റുമെങ്കിൽ ന്യൂ ഇയറിന് വരണം. അങ്ങനെ കടലും നോക്കി നിന്ന് ഇല്ലാത്ത കാമുകി എന്നെ തേച്ചിട്ട് പോയത് ഓർത്ത് ചാടി ചത്താലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ പോയി. അപ്പം നാളെ വരാം.